വിവാദങ്ങൾക്കൊടുവിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പ്രദർശനത്തിനെത്തിയിരിക്കുന്നു. പേരിൽ തന്നെ സിനിമയുടെ ആകെ തുകയുണ്ട്. ഒരു കോർട്ട് റൂം ഡ്രാമയായിട്ടാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. കോർട്ട് റൂം ഡ്രാമയുടെ പിരിമുറുക്കത്തിനൊപ്പം ത്രില്ലർ സിനിമ അനുഭവവും സമ്മാനിക്കുന്നു. JSK രാമായണത്തിലെ ജനകന്റെ മകൾ ജാനകിയെയും പൂങ്കുന്നത്തെ വിദ്യാധരന്റെ മകൾ ജാനകിയെയും മലയാളിക്ക് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കും സെൻസർ ബോർഡ് JSK അഥവാ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിലെ ജാനകിക്ക് ഇനീഷ്യൽ വെച്ച് കൊടുത്തതെന്ന് വിശ്വസിക്കാനുള്ള ഒരു ന്യായവും ഈ ചിത്രത്തിനില്ല. ഇതിഹാസത്തിലെ ജാനകിയോ സീതാദേവിയോ അവഹേളിക്കുന്നതോ അതിന് ശ്രമിക്കുന്നതോ എന്തിന് ചിന്തിക്കുന്ന പോലും ഒരു രംഗം പോയിട്ട് ഒരു സംഭാഷണം പോലും ഇല്ല ഇതില്. ജാനകി എന്ന പേര് ദുരുപയോഗപ്പെടുത്തുന്നു എന്നതിനേക്കാൾ സിനിമയുടെ ക്ലൈമാക്സിൽ ആടിത്തിമിർക്കുന്ന ദൈവരൂപങ്ങളെ ചവിട്ടിയൊതുക്കുന്ന നായകന്റെ ദൈവനിന്ദയും വിശ്വാസ നിന്ദയും ഇതേ സെൻസർ ബോർഡ് കാണാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? JSK എന്ന സുരേഷ് ഗോപി ചിത്രം പുറമെ ഉണ്ടാക്കിയ വിവാദങ്ങളിൽ ഒന്നും പോകുന്നില്ലെന്ന സിനിമ കാണുന്നവർക്ക് തന്നെ മനസ്സിലാകും. ചില സ്ഥലങ്ങളിൽ മ്യൂട്ട് ചെയ്യുന്ന ജാനകി എന്ന വാക്ക് പ്രേക്ഷകർക്ക് കൃത്യമായി പൂരിപ്പിക്കാവുന്നത് കൊണ്ട് തന്നെ ആ ശ്രമവും നിഷ്ഫലമാണ്. ഏതെങ്കിലും രംഗങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും സിനിമയെ അതൊന്നും ഒരു തരത്തിലും ബാധിക്കുന്നില്ല. മുറുക്കത്തിലേക്ക് വരികയാണെന്ന പ്രേക്ഷകരെ തോന്നിപ്പിക്കുന്ന ഒന്നാം പകുതിയുടെ പ്രതീക്ഷകളെല്ലാം എന്തൊക്കെയോ ചെയ്യാനുള്ള ശ്രമത്തിൽ രണ്ടാം പകുതിയിൽ ഇല്ലാതാക്കിയെന്ന് ഒറ്റ വാക്കിൽ പറയാം. സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയെ അദ്ദേഹത്തിന് ഉതകുന്ന കനകപ്പെട്ട കഥാപാത്രം നൽകി പരമാവധി ജ്വലിപ്പിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സിനിമ പതിവ് തിരക്കഥാ സംഭാഷണ ഗിമ്മിക്കുകൾക്കപ്പുറത്തേക്ക് വളരാൻ ശ്രമിക്കുന്നില്ല. ഒരു നല്ല അഭിഭാഷകൻ ഒരു മോശം ക്രിസ്ത്യാനിയായിരിക്കും എന്ന വാചകം മേശപ്പുറത്ത് കൊത്തിവെച്ച അഡ്വക്കേറ്റ് ഡേവിഡ് ആബേൽ ഡാനോവനാണ് ആദ്യഘട്ടത്തിൽ നല്ല അഭിഭാഷകൻ മാത്രമല്ല നല്ല ക്രിസ്ത്യാനിയും കൂടിയാണ്. അതുകൊണ്ടാണ് അയാൾക്ക് കന്യാസ്ത്രീ പിടിപ്പിച്ച പള്ളിയിലച്ചനെതിരെ മുഖം നോക്കാതെ സംസാരിക്കാനാവുന്നത്. പക്ഷേ പിന്നീട് അയാളുടെ ക്രിസ്ത്യാനിറ്റി മാത്രമല്ല അഭിഭാഷക നിലവാരവും ചോദ്യം ചെയ്യപ്പെടുന്ന തലത്തിലേക്കാണ് കഥ പോകുന്നത്. അഭിഭാഷകനും അന്വേഷണ ഉദ്യോഗസ്ഥനും രൂപത്തിലും ഭാവത്തിലും മാത്രമല്ല സ്വഭാവത്തിലും ജീവിതത്തിലും വരെ മാറ്റമുണ്ടാവണം. പക്ഷേ ഡേവിഡ് ആബേൽ ഡാനോവിന്റെ പേരിന് മുമ്പിൽ അഭിഭാഷകൻ എന്ന ബിരുദം തെളിയിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അയാൾ ഇടയ്ക്കിടെ അന്വേഷണ ഉദ്യോഗസ്ഥനുമാകുന്നുണ്ട്. ഒരുപക്ഷെ സേതുരാമയ്യരേക്കാൾ കാഞ്ഞ ബുദ്ധിയും പ്രകടനമാക്കുന്നുമുണ്ട്. അമ്മയെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ട ജാനകി എന്ന പെൺകുട്ടി അച്ഛന്റെ സംരക്ഷണയിലാണ് വളരുന്നത്. എഞ്ചിനീയറിംഗ് ബിരുദത്തിന് ശേഷം ക്യാമ്പസ് സെലക്ഷനിലൂടെ ബംഗളൂരുവിൽ ജോലിക്കെത്തുന്ന അവളിലൂടെയാണ് കഥ നീക്കുന്നത്. എന്തിനായിരിക്കണം ആ പെൺകുട്ടി ഇത്രമാത്രം ട്രോമയിലൂടെ കടന്നു പോകേണ്ടി വന്നതെന്ന വിധി എന്നേ ഉത്തരമുള്ളൂ. അഡ്വക്കേറ്റ് ഡേവിഡ് ആബേൽ ഇരുത്തി പറയാവുന്ന പേര് പോലെ അതിപ്രശസ്തനായ അഭിഭാഷകൻ തന്നെയാണ്. അയാളുടെ ചടുലതയും കൂർമ്മബുദ്ധിയും കേസുകൾ ജയിക്കാൻ അദ്ദേഹത്തിന് ഗുണകരമാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കോടതി ഒരിക്കൽ അയാൾക്ക് നൽകുന്ന മുന്നറിയിപ്പ് പോലെ വാചോടൊപ്പം കൊണ്ട് കേസ് ജയിക്കുന്നതിനോടൊപ്പം നീതി നടപ്പാക്കാൻ സഹായിക്കുകയും കൂടിയാണ് അഭിഭാഷകന്റെ ബാധ്യതയെന്ന് ഒടുവിലാണെങ്കിലും അദ്ദേഹം തിരിച്ചറിയുന്നുമുണ്ട്. JSKയിൽ നിരവധി കോടതി രംഗങ്ങളും വാദപ്രതിവാദ രംഗങ്ങളും ഉണ്ടെങ്കിലും ഏറ്റവും ഗംഭീരവും അതിലേറെ മനോഹരവുമായത് ഹൈക്കോടതിയിലെ വാദങ്ങളാണ്. ഗർഭിണികളായ രണ്ട് സ്ത്രീകളെ രണ്ടർത്ഥങ്ങളിൽ പ്രയോഗിച്ച് ഏറ്റവും അർത്ഥവത്തായ രംഗം സൃഷ്ടിക്കാൻ തിരക്കഥാകൃത്തും സംവിധായകനുമായ പ്രവീൺ നാരായണന് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സിനിമയ്ക്കായി അദ്ദേഹം കണ്ടെത്തിയ ഏറ്റവും മനോഹരമായ കഥാപാത്രങ്ങൾ ആ രണ്ട് ഗർഭിണികൾ തന്നെയായിരിക്കണം. ഗർഭിണി അഭിഭാഷകയായ രംഗത്തെത്തുന്ന അഡ്വക്കേറ്റ് നിവേദിതയെ ശ്രുതി രാമചന്ദ്രൻ വാക്കുകളുടെ മോഡുലേഷനിലും അവ ഒരു ഗർഭിണി പ്രയോഗിക്കുമ്പോഴുള്ള ഭാഗവാദികളിലും ഏറ്റവും മികവുറ്റതാക്കി മാറ്റിയിട്ടുണ്ട്. സുരേഷ് ഗോപി പതിവ് രീതിയിൽ തന്നെ വേഷമിട്ട് അഡ്വക്കേറ്റ് ഡേവിഡ് ആബേൽ ഡാനോവറായപ്പോൾ ജാനകിയായി അനുപമ പരമേശ്വരനും സേരയായി ദിവ്യ പിള്ളയും ഫിറോസായി അസ്കർ അലിയും പ്രേക്ഷകരെ കൂടുതൽ ഇഷ്ടപ്പെടുത്തും. സുരേഷ് ഗോപിയും മകൻ മാധവ് സുരേഷ് ഗോപിയും ഒന്നിച്ചഭിനയിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും JSKക്കുണ്ട്. അച്ഛനും മകനും മുഖാമുഖം വരുന്ന ഏതാനും രംഗങ്ങൾ ഈ സിനിമയുടെ പ്രത്യേകതയാണ്. കഥാപാത്രങ്ങൾ എന്നതിനേക്കാൾ പ്രേക്ഷകർക്ക് കൗതുകം നൽകും അഡ്വക്കേറ്റ് ഡേവിഡും ജാനകിയുടെ സുഹൃത്ത് നവീനും തമ്മിലുള്ള സുരേഷ് ഗോപി മാധവ് രംഗങ്ങൾ. കേരള സർക്കാരിനെതിരെയുള്ള കേസ് എന്ന നിലയിൽ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് സിനിമ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും പൂർണ്ണമായി വിജയിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതിൽ സംശയമുണ്ട്. മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ വക്കീലായി ഹൈക്കോടതിയിൽ പ്രത്യക്ഷപ്പെടുന്നയാളാകട്ടെ യാതൊരു ബന്ധവുമില്ലാത്ത ഇന്ത്യൻ സംസ്കൃതിയെയും പാരമ്പര്യത്തെയും ഒക്കെയാണ് കോടതി മുറിയിലേക്ക് വലിച്ചു കയറ്റുന്നത്. നീതി ലഭിക്കുന്നിടമല്ല തെളിവുകൾ ജയിക്കുന്നിടമാണ് കോടതി എന്ന് സിനിമ പറയുകയും അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നായകൻ രാഷ്ട്രീയക്കാരനും മന്ത്രിയുമായതുകൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അറിയാത്ത മട്ടിലെങ്കിലും
സിനിമയിൽ രംഗങ്ങളായും സംഭാഷണങ്ങളായും കടന്നു വരുന്നത് വരികൾക്കപ്പുറത്തേക്ക് വായിക്കാനും പ്രേക്ഷകരെ പ്രേരിപ്പിക്കും. നീതി തേടുന്ന പെൺകുട്ടി തൃശൂർക്കാരിയാവുന്നതും നീതിപീഠത്തിന് മുമ്പിൽ പല കാലങ്ങൾ പറഞ്ഞ കേരള സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതും മുഖ്യമന്ത്രിയുടെ ചായയുടെ 2 ചങ്കുള്ളയാളെ ഒറ്റരംഗത്തേക്ക് മാത്രമായി അവതരിപ്പിക്കുന്നതും യാദൃച്ഛികമെന്ന് ചിന്തിക്കാനാവില്ല. യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും ഇല്ലെന്നും ഉണ്ടെങ്കിൽ അത് യാദൃച്ഛികമാണെന്നും എല്ലാ സിനിമയുടെയും തുടക്കത്തിൽ തന്നെ എഴുതി കാണിക്കുന്നത് കേവലം യാദൃച്ഛികമാണല്ലോ. അത്രയൊന്നും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു വിഷയം മുമ്പിലേക്ക് എത്തിക്കാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ടെങ്കിലും അതിനെ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് പലയിടത്തും സാധിക്കാതെ പോകുന്നുമുണ്ട്. കോർട്ട് റൂം ഡ്രാമയായ JSK സുരേഷ് ഗോപിയുടെ 253ാമത് സിനിമയാണ്. പ്രേമത്തിലൂടെ മലയാളികളിലേക്ക് കടന്നു വന്ന അനുപമ പരമേശ്വർ നീണ്ട കാലത്തിന് ശേഷമാണ് തിരികെ വരുന്നതും എന്നതും JSKയുടെ പ്രത്യേകതയാണ്.